പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ധ്വനി ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ കൂടിയും ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനാകുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹമത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വലിയ കൃപയാൽ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അനേക പ്രാർത്ഥന വീരന്മാരെ അതാത് സമയങ്ങളിൽ ദൈവം ഒരുക്കുന്ന നല്ല കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അനേക വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ മറുപടിയുടെ കരം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സമയത്തിനായും കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ കൃപയാ ലോക രാജ്യങ്ങളായി പ്രാർത്ഥനയുടെ വിവിധ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ കൂടി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാ മാസവും ഓരോ ടോപ്പിക്ക് ചിന്താവിഷയമായിട്ടാണല്ലോ നമ്മൾ ദൈവം സംസാരിക്കുന്നത്. പ്രതിസന്ധികളിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ പറ്റിയാണല്ലോ ഈ മാസം കർത്താവിന്റെ ദാസന്മാരിൽ കൂടി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രതിസന്ധികളിൽ വ്യാപരിക്കുന്ന ഒരു വലിയ ദൈവകൃപ ദൈവമക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നതായ ചില പ്രതികൂലങ്ങളുടെ മധ്യത്തില്, പ്രയാസങ്ങളുടെ മധ്യത്തില് നമ്മളെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. നമ്മെ മാർവോട് ചേർത്തണച്ച് നമ്മെ പരിപാലിക്കുന്ന കർത്താവിന്റെ ദയക്കായ സ്നേഹത്തിനായി നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ ദാസന്മാരെ കൂടി നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും മാത്രമല്ല, നമ്മുടെ കഷ്ടതകളുടെ അവസ്ഥയില്, നമ്മുടെ വേദനയുടെ അവസ്ഥയില്, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയില്, നമ്മുടെ ദുഃഖത്തിന്റെ അവസ്ഥയില് മനുഷ്യമാ നാം ചിന്തിക്കാൻ, കർത്താവെ ആരും എന്റെ കൂടെയില്ലല്ലോ, ഒരു വാക്ക് പോലും പറയുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, കർത്താവെ എന്റെ വേദന കാണുവാൻ, എന്റെ കണ്ണുനീര് കാണുവാൻ ആരുമില്ലല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ കഷ്ടങ്ങളില് ഏറ്റവും അടുത്ത തുണയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ട്. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്ന എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യമാണ്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല. സ്തോത്രം. വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട പട്ടിക ഈ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തില് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായ ഒരു ഭക്തനെ പറ്റി നമ്മൾ വായിക്കുകയാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദവുമില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, വിശ്വാസത്തിന്റെ വേല ചെയ്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനാണ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണല്ലോ നാം ഇറങ്ങി തിരിച്ചത്. ജീവിതത്തില് പലപ്പോഴും പിന്മാറിപ്പോകുന്ന പല സാഹചര്യങ്ങൾ, പല പ്രതിസന്ധികൾ, പല വേദനകൾ, ദുഃഖങ്ങളൊക്കെ പലപ്പോഴും കടന്നു വരുമ്പോഴും അവിടെയെല്ലാം കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അനേക ഭക്തന്മാരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭക്തനായിരുന്നല്ലോ ഇയ്യോബ്. തന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ പ്രതികൂലത്തിൻ്റെതായ മധ്യത്തില്, ആ പരീക്ഷയുടേതായ മധ്യത്തില് തന്റെ പ്രിയപ്പെട്ടവരും കൂട്ടുകാരും ബന്ധുക്കാരും ചാർച്ചക്കാരും എല്ലാം തന്റെ അരികിലേക്ക് വന്നിട്ട്, അയ്യോ നിനക്കിതിങ്ങനെ സംഭവിച്ചല്ലോ, നിനക്ക് കഷ്ടമായി പോയല്ലോ, നിനക്ക് വേദനയായി പോയല്ലോ, ദൈവം പോലും നിന്നെ പലവിധമായ നിരാശയുടെയും ബുദ്ധിമുട്ടിന്റെയും ഭാരങ്ങളുടെയും വാക്കുകൾ പറഞ്ഞ് ഇയ്യോബിന്റെ മനസ്സിനെ ഒന്നും കൂടി വേദനിപ്പിക്കുകയാണ്. നമ്മൾ എവിടെ നോക്കിയാലും വേദനിപ്പിക്കുന്ന ആൾക്കാർ ഒത്തിരിയും കാണുവാൻ സാധിക്കും, അല്ലെ? ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില കഷ്ടങ്ങൾ വരുമ്പോൾ അറിയാം നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ആരാണെന്ന്, അല്ലെ? സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്,
സ്നേഹിതനെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്തോത്രം. ചില കഷ്ടതയുടെ അവസ്ഥയിൽ അറിയാം നമ്മുടെ യഥാർത്ഥ സ്നേഹിതന് ആരാണെന്ന്. ഹല്ലേലൂയ. ചില വേദനയുടെ അവസ്ഥയിൽ അറിയാം നമ്മുടെ യഥാർത്ഥ സ്നേഹിതന് ആരാണെന്ന്. യോബിന്റെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ചില കാറ്റുകൾ ആഞ്ഞടിപ്പാടയായി. എന്തായി തീരും, എങ്ങനെയായി തീരുമെന്ന് തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. തന്റെ ആടുമാട് കൃഷികൾ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ടതായ ഒരവസ്ഥയിൽ, താൻ രോഗിയെ പോലെ കിടക്കുന്ന ഒരവസ്ഥയിൽ തന്റെ ഭാര്യ പോലും തന്നോട് ചില വാക്കുകൾ പറഞ്ഞ് തന്റെ മനസ്സിനെ വേദനിപ്പിക്കുവാനായിട്ടിടയായി. സ്തോത്രം. പക്ഷേ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇയ്യോബ് കർത്താവിനെ ത്യജിച്ചു പറഞ്ഞില്ല, കർത്താവിനെ തള്ളി പറഞ്ഞില്ല, കർത്താവിനെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. എവിടെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അതിന്റെ എല്ലാം ഇരട്ടിയായി കൊടുത്ത് ദൈവം ഇയ്യോബിന്റെ അവസ്ഥകളെ മാറ്റം വരുത്തുവാനിടയായി. താൻ രോഗിയായിട്ടും തന്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും തന്റെ ജീവിതം ഒരു പരീക്ഷയുടെ ഒരു പ്രതിസന്ധിയുടെ അവസ്ഥയിലായിരുന്നപ്പോഴും ഇയ്യോബ് എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടിടയായി. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിക്കാട്ടെ, നമ്മുടെ കഷ്ടതയുടെ അവസ്ഥയിലും നമ്മുടെ വേദനയുടെ അവസ്ഥയിലും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? സ്തോത്രം. പ്രാർത്ഥന ദുനിയില് അനേക പ്രാർത്ഥന വിഷയങ്ങളാണ് വരുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളായി അനേക പ്രാർത്ഥനാ സഹാരികൾ അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളും ഓരോ ചാപ്റ്ററിന്റെ നേതൃത്വത്തിന്റെ പ്രാർത്ഥന അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രികാലം പറയട്ടെ, നമുക്ക് ഒത്തിരിയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായാലും മറ്റുള്ളവരുടെ വിഷയങ്ങളെ നമ്മുടെ വിഷയങ്ങളായിട്ട് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ട് നാം അറിയാതെ തന്നെ ആ പ്രതിസന്ധി, നമ്മുടെ ചില പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇറങ്ങി വന്ന് നമ്മെ പിടിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. യോബിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ കടന്നു വന്നിട്ടും, എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞതായ, എല്ലാവരും തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടും ഇയ്യോബ് കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിന്റെ എല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തവനെ മാനിപ്പാനായിട്ടിടയായി. യോസഫിന്റെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്തതായ പ്രതിസന്ധികളിൽ കൂടി താൻ കടന്നു പോകുവാനിടയായി. തന്റെ സ്വപ്നങ്ങൾ, തന്നെ ദൈവം കാണിച്ചതായ ആ സ്വപ്നങ്ങൾ സഹോദരന്മാരോട് പറഞ്ഞ ആ നിമിഷം മുതൽ സഹോദരന്മാർക്ക് തന്നോട് അസൂയ തോന്നുവാനിടയായി. സ്തോത്രം. അസൂയ. എവിടെ നോക്കിയാലും ഈ അസൂയ, അല്ലെ? ഒരു ഉയർച്ച കാണുമ്പോൾ, മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ, മറ്റുള്ളവരുടേതാകുന്ന ആ ദൈവം ഉയർത്തുന്ന വിധങ്ങൾ കാണുമ്പോൾ അസൂയാലുക്കൾ ഇഷ്ടം പോലെ ഉയരാറുണ്ട്. ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞ ആ മനുഷ്യനെ എങ്ങനെങ്കിലും നിരാശപ്പെടുത്താറുണ്ട്. ആ മനുഷ്യന് ഒരു നിലയും വരില്ല, അവൻ ഒരു രീതിയിലും ഗതി പിടിക്കലെന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരായിട്ട് പല വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നതായ ഒരു ലോകത്താണല്ലോ നമ്മൾ ഇപ്പോഴും ആയിരിക്കുന്നത്. യോസഫ് 2 സ്വപ്നം കാണുവാനിടയായി. തന്റെ സഹോദരന്മാരോട്, അച്ചച്ചന്മാരോട് പറയുവാനിടയായി. അന്ന് മുതൽ അവർക്ക് അസൂയ തോന്നുവാനിടയായി. എങ്ങനെങ്കിലും അവനെ വകവരുത്തുവാൻ വേണ്ടി അവരാഗ്രഹിപ്പാനിടയായി. എങ്ങനെങ്കിലും അവനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അച്ചച്ചന്മാരെ കാണുവാൻ വേണ്ടി, അച്ചച്ചന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വളരെ ദൂരെ കടന്നു നിന്നതാണ്. പക്ഷെ ദൂരെ നിന്നുകൊണ്ട് അവനെ കണ്ടപ്പോഴേ അവര് ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. ദാ വരുന്നു സ്വപ്നക്കാരനെ, ഇവനെ നമുക്ക് ഇപ്പൊ പിടിക്കണം, ഇവനെ നമുക്ക് കൊല്ലണം, ഇവനെ നമുക്ക് ഇല്ലാതാക്കണം, ഇവനെ നമുക്ക് നശിപ്പിക്കണം. പല പല ചിന്തകള് അവര് മെനയുവാനായിട്ടിടയായി. സൂത്രത്തിൽ എങ്ങനെങ്കിലും അവനെ അവരെ കൈ കൊണ്ടുവന്നിട്ട് എങ്ങനെങ്കിലും അവനെ ഇല്ലാതാക്കി അപ്പനോട് കള്ളം വരെ പറയാൻ വേണ്ടിയൊക്കെ അവർ പ്ലാൻ ചെയ്യുവാനിടയായി. എങ്ങനെ അവനെ പൊട്ടക്കിണറ്റി തള്ളിയിടുവാനിടയായി. ഒരു വലിയ പ്രതികൂലത്തിന്റെ അവസ്ഥയിലല്ലേ? ചിന്തിച്ചു കാണും, കർത്താവേ, ഞാൻ വലിയ പ്രതീക്ഷയോടെ എന്റെ അച്ഛച്ചന്മാരെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ പ്രതീക്ഷ രീതിയിലല്ലല്ലോ അവരെന്നോട് പെരുമാറിയത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവെ, ഞാൻ പ്രതീക്ഷ പോലല്ലോ കാര്യങ്ങൾ പോകുന്നത്, ഞാൻ ചിന്തിച്ചതുപോലല്ലോ കർത്താവെ കാര്യങ്ങൾ പോകുന്നത്. ദൈവമേ, ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണല്ലോ ഈ ദേശത്ത് കടന്നു പോകുന്നത്. പക്ഷേ എന്റെ ഈ അവസ്ഥ, എന്റെ റൂംമേറ്റ്, അല്ലെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഞാൻ പ്രതീക്ഷിച്ച നിലയുള്ള ഒരു വ്യക്തി അല്ലല്ലോ കർത്താവെ എനിക്ക് കിട്ടിയെന്നൊക്കെ നമ്മൾ മനുഷ്യമായി പിറുപിറുക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യോസഫും ആ പൊട്ടക്കിണറ്റി കിടന്നപ്പോൾ പലവിധമായ ചിന്തകൾ മാനുഷികമായിട്ട് തന്റെ മുമ്പിൽ കടന്നു വന്നപ്പോഴും യോസഫിന് അറിയാം, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിലും എന്നെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മിദ്യാനെ കച്ചവടക്കാർക്ക് വിൽക്കുവാനിടയായി. അപ്പോഴും ചിന്തിച്ചു, ഈ അച്ഛന്മാര് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നെ ഈ ദേശത്ത് പോലും നിർത്താതെ എന്നെ അന്യരാജ്യക്കാർക്ക്, അന്യദേശത്തേക്ക് വിൽക്കുവാനിടയായി. ആ ഭവനത്തിലായിരിക്കുന്ന സമയത്തും അവിടെയും ചില പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയായി.
ആമേൻ, സ്തോത്രം. താൻ അവിടുന്ന് രക്ഷപ്പെട്ട് തന്നെ പിടിച്ച് ജയിലിടുവാനായിട്ടിടയായി. ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും താൻ ചിന്തിച്ചു, കർത്താവേ, ഈ പ്രതിസന്ധികളിലും ദൈവമേ എന്നെ കൈവിടാത്തൊരു കർത്താവ്. ഇന്ന് രാത്രികാലവും ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതിസന്ധികളുടെ മധ്യത്തില് നിന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേ. യോസഫെ ദർശനം ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ദർശനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് എത്തിക്കുവാൻ വേണ്ടി ചില കഷ്ടതയിൽ കൂടി, ചില വേദനയിൽ കൂടി ഒന്ന് ദൈവം നിന്നെ കടത്തി വിടുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു പൊന്നുപോലെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ചില കഷ്ടങ്ങൾ നമ്മളെ ഇല്ലാതാക്കുവാനാണ്, ചില വേദനകൾ നമ്മൾ ഇല്ലാതാകുവാനല്ല, ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ നമ്മളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയല്ല. ഇതിന്റെ മധ്യത്തിലൊക്കെ ദൈവത്തിന് ചില പ്ലാനും പദ്ധതിയുമുണ്ട്. ഒരു പൊന്നുപോലെ ദൈവം നമ്മെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാനിയേലിനെ പറ്റി ദാവീദിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ശൗലിന് തന്നോട് അസൂയ തോന്നുവാനിടയായി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതല് ദാവീദിനോട് അസൂയ തോന്നുവാനായിട്ടിടയായി. എങ്ങനെയെങ്കിലും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പല പ്രാവശ്യം ശൗല് കുന്തമൂരി തന്നെ എറിയുവാനിടയായി, തന്നെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുവാനിടയായി. വലിയ പ്രതിസന്ധി താൻ കടന്നു പോകുവാനായിട്ടിടയായി. ദാവീദിന്റെ മകൻ പോലും തനിക്കെതിരായി മാറിയതായ ആ അനുഭവം നമുക്കറിയാമല്ലോ. ശത്രുവായിട്ട് കൂട്ടുകൂടി തന്നെ ഇല്ലാതാക്കുവാൻ, അപായപ്പെടുത്താൻ വേണ്ടി പല തന്ത്രങ്ങൾ, പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടി കടന്നുപോയപ്പോഴോ ദാവീദിനെ ദൈവം നിലനിർത്തുവാനായി അത്ഭുതമായി പരിപാലിച്ച വിധങ്ങൾ നമുക്കറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിനെ പറ്റി നമുക്കറിയാമല്ലോ. ദാനിയേലിന്റെ മുമ്പിലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയി. ആമേൻ, സ്തോത്രം. സിംഹങ്ങളുടെ കുഴി താൻ കടന്ന ആ അവസ്ഥയില് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നല്ലോ, വലിയൊരു പ്രതികൂലത്തിന്റെ അവസ്ഥയായിരുന്നല്ലോ. പക്ഷേ സിംഹങ്ങൾ തനിക്കൊരു കേടുപോലും വരുത്താതെ ദൈവം പരിപാലിപ്പടയായി. കൊട്ടാരത്തിലുള്ള രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ദീനസ്വരത്തിൽ രാവിലെ വന്ന ദാനിയേലിന് ഒരുപക്ഷെ ജീവനോടെ ഇരിക്കുന്നോന്ന് പോലും ഒരുപക്ഷെ രാജാവിന് സംശയമായിരുന്നു. ദീനസ്വരത്തിൽ വന്നപ്പോൾ ദാനിയേല് പറയുക, രാജാവ് സ്വൈര്യമായിരിക്കട്ടെ, എന്റെ രാജാവിന് ദീർഘായുസ്സോടിരിക്കട്ടെ, എന്റെ ജീവന് യാതൊരു അപായവും ഉണ്ടായില്ല. സ്വർഗത്തിലെ ദൈവം സിംഹങ്ങളുടെ വായടച്ചു, എനിക്കൊരു ദോഷവും പറ്റാതെ ദൈവം പരിപാലിച്ചു. ഇന്ന് രാത്രികാലവും പറയട്ടെ, ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയാലും ദൈവം അറിയാതെ നിനക്കൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ തലയിലൊരു രോമം പോലും, നമ്മുടെ തലയിലൊരു മുടി പോലും പൊഴിയാ ദൈവം അറിഞ്ഞുകൊണ്ട് മാത്രം. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ മുമ്പിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹനന്യാവും മീശായേൽ അസര്യാവ് എന്ന് പറയുന്ന സഹോദരന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നായ ആ പ്രതിസന്ധികള് അല്ലെ, രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് അവരെ എരിയുന്ന തീച്ചൂടിലിട്ട് കളഞ്ഞു. ആ തീയുടെ അളവ് 7 ഇരട്ടി കൂടി. രാജാവിന് ക്രോധം, രാജാവിന് കോപമൊഴുത്തും നമ്മൾ വായിക്കുന്നത്. തീയുടെ അളവ് 7 ഇരട്ടി കൂട്ടിയിട്ടും ആ ഭക്തന്മാർക്ക് ഒരു പോറൽ പോലും പറ്റാതെ ആ തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് രാത്രികാലവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവ സാന്നിധ്യം എത്ര വലുതാണ്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ചില പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ, ചില അഗ്നിശോധനയിൽ കൂടി കടന്നു വരുമ്പോൾ, ആമേ ഹല്ലേലൂയ, കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടി നാം കടന്നുപോയാലും അവിടെ നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്നറിയാമോ. പ്രതിസന്ധികളിലും നാം തളർന്നു പോകല്ല്, കഷ്ടതയിലും നാം തളർന്നു പോകല്ല്, വേദനയിലും നാം കടന്നു പോകരുത്. ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന സുന്ദർ സിംഗിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യേശുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ എന്തുമാത്രം ഉപദ്രവങ്ങൾ ഭവനത്തിൽ നിന്ന് താൻ നേരിട്ടെന്നറിയാമോ. എന്തുമാത്രം കഷ്ടതകൾ തനിക്ക് മുമ്പിൽ ഉണ്ടാകുമെന്നറിയാമോ. വിഷം കൊടുത്ത ആഹാരം, വിഷം കലർത്തിയതാന്ന ആഹാരം തനിക്ക് കൊടുത്ത് ആ കടും തണുപ്പില് സാധു സുന്ദർ സിംഗിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാനിടയായി, വീട്ടിൽ നിന്ന് തള്ളിക്കളയുവാനായിട്ടിടയായി. ആ പോകുന്ന യാത്രയിൽ, ആ കൊടും തണുപ്പിൽ താൻ പോകുന്ന യാത്രയില് തനിക്ക് എന്തോ ക്ഷീണിതനായി താൻ ഒരിടത്ത് ഇങ്ങനെ തളർന്നു വീഴുമടയായി. ഒരു പുരോഹിതൻ അത് കണ്ടിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ഡോക്ടർ പോലും ചിന്തിച്ചു ഈ താൻ സാധു സുന്ദർ സിംഗ് മരിച്ചു പോകുമെന്ന്. കാരണം ആഹാരത്തിന് അത് വിഷം കലർത്തിയാണ് മാതാപിതാക്കൾ കൊടുത്തത്.
കൊടുന്തണുപ്പില് സ്തോത്രം. എന്നാൽ ആ വിഷം കഴിച്ചിട്ട്, ആ വിഷം കൊടുത്ത ആഹാരം താൻ കഴിച്ചിട്ടും താൻ മരിച്ചില്ല. ഡോക്ടറോട് താൻ യേശുവിനെ പറ്റി പറയുവാനിടയായി. ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് അനുഭവിപ്പാനായിട്ടിടയായി. ദൈവ വിടുതൽ താൻ നന്നായി അനുഭവിപ്പാനിടയായി. അവിടുന്ന് താൻ രക്ഷപ്പെട്ട് ഡാർജിലിംഗിൽ ഇല്ലമെന്ന സ്ഥലത്ത് എത്തി അവിടെ യേശുവിന്റെ സാക്ഷിയായി തീരുവാനിടയായി. സുവിശേഷ വിരോധികൾ താൻ തന്നെ ക്രൂരമായി മർദ്ദിപ്പാനിടയായി. തന്നെ ജയിലിൽ അടയ്ക്കുവാനായിട്ടിടയായി. താൻ ജയിലിൽ കിടക്കുന്ന സമയത്തും തടവുകാരോട് യേശുവിനെ പറ്റി പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എത്രയോ ദൈവദാസന്മാരാണ് ഇപ്പോൾ ജയിലറയിൽ കിടക്കുന്നത്. കർത്താവിന്റെ വചനം സംസാരിക്കുന്നതിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളൊക്കെ ജാമ്യം പോലും കിട്ടാതെ എത്രയോ അഭിഷിക്തന്മാര് ഇന്നും ജയിലിൽ കിടക്കുകയാണ്. സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ പോലും പറ്റാതെ വലിയ പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരെന്നറിയാമോ? എന്നാൽ താൻ ജയിലിൽ കിടന്നപ്പോഴും സഹ തടവുകാരോട് യേശുവിനെ പറ്റി പറയുവാനിടയായി. അവര് പലരും യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി. ഇതറിഞ്ഞതായ ഒരു കൂട്ടം ആൾക്കാര് വീണ്ടും തന്നെ പിടിച്ചൊരു കുറ്റി കെട്ടിയിട്ട് ദേഹത്ത് അട്ടകളെ കൊണ്ട് കടിപ്പിച്ച് തന്നെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ താൻ അവിടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി. ആ പ്രതിസന്ധികളുടെ നടുവിലും തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ദൈവം തന്നെ അത്ഭുതമായി പരിപാലിപ്പാനിടയായി. ഇന്ന് രാത്രികാലവും പറയട്ടെ, ഒരു പ്രതിസന്ധികളും നമ്മെ തകർക്കില്ല. ദൈവസഭകൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അവിടെ തന്റെ ജനത്തെ നയിക്കുന്ന, പരിപാലിക്കുന്ന ഒരു കർത്താവിന്റെ വലിയ കൃപ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ഒന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എവിടെല്ലാം കഷ്ടതയിൽ കൂടി ദൈവസഭകളും ദൈവദാസന്മാരും ദൈവമക്കളും കടന്നു പോയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ആ സഭകളെ വളർത്തിയിട്ടുണ്ട്. ദൈവസഭകളൊക്കെ വളർന്നതിന്റെ ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ പലവിധമായ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവസഭകളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു ലോക ശക്തിക്കും ദൈവസഭയുടെ വളർച്ചയെ തകർക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്ങനെയും ഇല്ലാതാക്കി കളയുവാൻ, എങ്ങനെയെങ്കിലും ഈ കൂട്ടരെ ഈ ദേശത്ത് നിന്ന് ഒഴിപ്പിച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാനായിട്ട് പല ശക്തിയോടുകൂടി പല രാജാക്കന്മാരും പല നിലയിലൊക്കെ ശ്രമിച്ചിട്ടും ഇന്നും ദൈവസഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. പ്രതികൂലങ്ങൾ നമ്മെ തളർത്തു കളയാൻ വേണ്ടിയല്ല, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മളെ ഒന്ന് മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മളെ ഒന്ന് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ഈ ലൈവിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ചില വേദനയിൽ കൂടിയായിരിക്കാം, ചില പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കൂടിയായിരിക്കാം, ചില ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ കൂടിയായിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുമായി കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വരുവാനിടയായി. ഫറവോന്റെ അടിമയിൽ കിടക്കുന്ന സമയത്ത് ഫറവോൻ അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, കഷ്ടപ്പെടുന്ന ജോലികൾ ചെയ്യിപ്പിക്കുന്നു. എന്നാലും തന്റെ ജനത്തെ ദൈവം പരിപാലിപ്പടയായി. മോശയോട് പറയുക, മോശേ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്, നമ്മുടെ നിലവിളി കാണുന്ന ഒരു ദൈവമാണ്, നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവമാണ്. ആരും വേദനകൾ കണ്ടില്ലേലും കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കാൻ, കർത്താവെ, ഈ പ്രതിസന്ധിയുടെ എപ്പോഴും മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിൽ എപ്പോഴും യേശു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശു കർത്താവ് വരാൻ വേണ്ടി ലേറ്റായപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്നാ പറ്റി? ഈ പ്രതിസന്ധിയുടെ മധ്യ നിങ്ങളുടെ യേശു വന്നില്ലല്ലോ, ഈ രോഗത്തിന്റെ അവസ്ഥ നിങ്ങളുടെ യേശു വന്നില്ല. കാരണം ഇത്രയും രോഗം ദീനമായി കിടന്നിട്ടോ നിങ്ങളുടെ യേശു എവിടെ പോയി, യേശു എവിടെ പോയി എന്നുള്ളതായ ചോദ്യം ആ പ്രിയ സഹോദരിമാരെ വല്ലാതെ അലട്ടുവാനായിട്ടിടയായി. ചില ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം പോലും കിട്ടാതെ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടിട്ടില്ലേ? കർത്താവെ, എന്താ ഇതിന് മറുപടി കൊടുക്കുന്നത്? പലരും പറയാറുണ്ട്, എന്താ ഇതിന് മറുപടി കൊടുക്കേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പലരെയും ആശ്വസിപ്പിക്കാറുണ്ട്, ഞങ്ങൾ പലർക്കും ധൈര്യം കൊടുക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതികൂലം വന്നു? പ്രാർത്ഥനയിലേക്ക് അനേക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായി പ്രയാസം വന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഈ അപകടം, ഈ രോഗം എന്താണ് വന്നെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. മരിച്ചു 4 നാളായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ നാറ്റം വെച്ച വിഷയത്തിന് മറുപടിയുമായും എന്റെ കർത്താവ് കല്ലറയുടെ അരികിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. പല ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞ് മാർത്തയും മറിയം കുഴഞ്ഞ് ഇനി എന്തൊരു മറുപടി കൊടുക്കണമെന്ന് പോലും ചിന്തിച്ച് വ്യാകുലപ്പെട്ട സ്ഥാനത്ത്
ആമേ ഹല്ലേലൂയ. മരിച്ചു 4 നാളായി നാറ്റം വെച്ച വിഷയത്തിന് മേൽ ആ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തില് എന്റെ യേശു അവിടേക്ക് വരുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. കരയുന്നവര് കരയുന്നു, എല്ലാവരും കരയുന്നു. മാർത്തയും മറിയയും കണ്ടു, യേശുവും കരയുവാനിടയായി. ആ കരച്ചിൽ കൊണ്ട് നിന്നില്ല. യേശു പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവിടെ കൊണ്ട് തീർന്നില്ല. ആ കല്ലറയെ നോക്കിക്കൊണ്ട് ആമേൻ താൻ വിളിച്ചു പറയുക, ലാസറേ പുറത്തു വരിക. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രവർത്തിച്ച ആ ദൈവകരം എത്ര വലുതാണെന്നറിയാം. ലാസറേ പുറത്തു വരിക എന്ന് പറയും. മരിച്ചവൻ പുറത്തു വന്നു. ഇന്ന് രാത്രികാലവും ഞാൻ ദൂത് പറയട്ടെ, ആത്മാവിലെ ദൂത് പറയട്ടെ. മരിച്ചു നാറ്റം വെച്ചു 4 നാളായി കർത്താവേ, ഒരിക്കലും എന്റെ വിഷയത്തിനൊരു മറുപടി കിട്ടത്തില്ല. ദൈവമേ, ഇനി എനിക്കൊരു സൗഖ്യം ഉണ്ടാകത്തില്ല. വൈദ്യശാസ്ത്രം പോലും എന്നെ കൈവിട്ടുപോയി. എന്റെ രോഗം മാറത്തില്ല. ബ്ലഡ് ക്യാൻസറായി ഭാരപ്പെട്ട എത്രയോ ജീവിതങ്ങള് പ്രാർത്ഥനയിൽ കൂടി ദൈവം വിടുവിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും എന്റെ കർത്താവിന്റെ കരം കുറുതായിട്ടില്ല. ഇന്നും എന്റെ കർത്താവിന്റെ ചെവി മന്ദമഴ. സാമ്പത്തികമായി കടഭാരമായിരിക്കുക, പ്രതിസന്ധിയായിരിക്കുക നമ്മെ വല്ലാതെ അകപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. ഈ പ്രതിസന്ധി തളർന്നു പോകല് കർത്താവിൽ നിന്ന് മുറുകെ പിടിച്ചാട്ട് അവൻ എന്റെ ഉപനദി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനൊരു പ്രസാദമില്ല. പിന്മാറുന്നവിടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് കർത്താവിന്റെ മഹത്വം കണ്ടാട്ട്, വിശ്വസിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കാട്ട്. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം എത്ര വലുതറിയാം. മോശയെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ തിരുസാന്നിധ്യം എന്റെ കൂടെ ഒന്ന്. ഓരോ നിമിഷവും പ്രാർത്ഥിച്ചാട്ട്, എന്റെ യേശു കർത്താവേ തിരുസാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാകണമേ. ശൂന്യമായിരിക്കുന്ന അവസ്ഥയില് എല്ലാം ശൂന്യമായി. സ്തോത്രം. വീട്ടിലെ അവസ്ഥകളെല്ലാം കണ്ടിട്ട് ഹല്ലേലൂയ പടകും വലയും എടുത്തുകൊണ്ട് പോയതാ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഈ പ്രതിസന്ധിയില് ഒന്ന് സഹായിപ്പാൻ ആരുമില്ല. വലിയ പ്രതീക്ഷയോടെ വന്നതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ യേശു ഇറങ്ങി വരുവാണ്ടയായി. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കരം ശൂന്യമാണ്. സ്തോത്രം. കർത്താവെ, എന്നെ സഹായിപ്പാനൊന്നുമില്ല, ആരുമില്ല. കർത്താവെ, ഒരു നല്ല വാക്ക് പോലും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എല്ലാ പ്രതീക്ഷയും തകർന്നു കിടന്നപ്പോൾ അവിടേക്ക് വന്ന് വരികയാണ്. യേശുവിന്റെ വാക്കിൽ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടത്തെ നൽകി അവരുടെ ശൂന്യതകളെ മാറ്റുവാണ്ടയായി. ഇന്ന് രാത്രി കലനമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്തുമാകട്ടെ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല ലോകത്തിലേക്ക് വന്നത്, മാനവരാശിയായ നമ്മെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, നമുക്കൊരു വീണ്ടെടുപ്പ് നൽകുവാനായിട്ട് കർത്താവിനുമടയായി. സ്തോത്രം. ഹല്ലേലൂയ. താൻ അനുഭവിക്കാൻ പോകുന്ന ക്രൂശുമരണ മുഖാമുഖം ആത്മാവിൽ കണ്ടപ്പോൾ ദൂരം മാറിയെന്നുകൊണ്ട് താൻ പാവിട്ട് കരയുവാടയായി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ മുഴങ്കാലം മടക്കിയപ്പോൾ ദൈവമേ, താൻ അനുഭവിക്കാൻ പോകുന്ന ആ പ്രതിസന്ധി, താൻ അനുഭവിക്കാൻ പോകുന്നതായ ആ ക്രൂശുമരണം താൻ കണ്ടപ്പോൾ താൻ വേദന കൊണ്ട് കരയുമടയായി. തന്റെ ബ്ലഡ് വേർപ്പ് തുള്ളികളെ പോലെ തന്റെ രക്തം പുറത്തു വരുമടയായി. അത്ര വേദന തനിക്കുണ്ടായപ്പോൾ നമ്മളവിടെ വായിക്കുകയാണ്, ആ പ്രതിസന്ധിയുടെ നടുവിലും തന്നെ ശക്തീകരിപ്പാൻ ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കി. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കാൻ നാം തനികയുള്ളെന്ന് നാം ചിന്തിക്കാൻ നമ്മൾ ഒറ്റയ്ക്കേ കർത്താവേ. ഇല്ല, ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാകുന്നു വഴി, ഇതാകുന്നു ഇതിൽ കൂടി നടന്നു പോകുന്ന ദൈവ ശബ്ദം കേൾപ്പിക്കുക. പ്രതിസന്ധികൾ നിന്നെ തളർത്തുവാൻ എല്ലാ പ്രതിസന്ധികളിലും വ്യാപരിക്കുന്ന കർത്താവിന്റെ കൃപ എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന്റെ ഒരു പ്രസാദമില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ജീവിതത്തില് പലവിധമായ പ്രതിസന്ധികൾ വന്നപ്പോഴും അവിടെ വിടുവിച്ചത് ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. അവിടെ സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. താങ്ങും തണലും ആശ്വാസമായ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച വിധപത്രം. ഒത്തിരിയും പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ പ്രാർത്ഥന തുനിയില് പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജെരമ്യാ മോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രിയ കുഞ്ഞ് കഥാനുലേദാസിന്റെ ആ പ്രിയ മോന് ക്യാൻസറായിട്ടൊക്കെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ട് അറിയിപ്പേണ്ടയായി.
പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ കുഞ്ഞിനെ ദൈവമായിരിക്കും. നമുക്ക് അല്പനിമിഷം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ പ്രിയ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ പൈതന്യമേ ദൈവമായിരിക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിലും ഒരു അത്ഭുതമായ സൗഖ്യം ആ പ്രിയ മോന്റെ മേൽ ദൈവമായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദാസനെ അവിടുത്തെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. ശക്തമായി കർത്താവ് ഞങ്ങളുടെ വേലയിൽ ഞങ്ങളുടെ ദാസനെ ദൈവം ഉപയോഗിക്കണമേ. ആ കുഞ്ഞിന് പൂർണ്ണമായ വിടുതൽ യേശുവിന്റെ നാമത്തില് എന്റെ കർത്താവെ അങ്ങ് അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തുള്ള ബിൻസി എന്ന് പറയുന്ന സഹോദരി ശക്തമായ പനിയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തില് കർത്താവെ ഞങ്ങൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ സഹോദരിയുടെ മേൽ ദൈവം അയക്കണമേ. പൂർണ്ണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങ് അയക്കണമേ. അത്ഭുതമേറിയ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ദൈവം അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ക്യാൻസറുള്ളായ ഒരു സഹോദരൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തില് കർത്താവെ ഒരു പൂർണ്ണമായ വിടുതൽ ആ പ്രിയ സഹോദരനെ ദൈവം അയക്കണമേ. ബ്ലഡ് ക്യാൻസറാല്, മഞ്ഞപ്പിത്തത്താൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവ്, ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവ്, സാമ്പത്തികമായ പലവിധമായ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. തലമുറകളെ ഓർത്ത് വേദനപ്പെടുന്ന ഒത്തിരിയും പ്രിയപ്പെട്ടുകൊണ്ട് കർത്താവെ. ആമേ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരിയും പ്രിയപ്പെട്ടുകൊണ്ട് കർത്താവെ. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, യുദ്ധസ്ഥിതികളുടെ മുമ്പിലൊക്കെ കർത്താവെ അനേക ജീവനൊക്കെ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട കഴിയുന്ന ഒത്തിരിയും പ്രിയപ്പെട്ടുകൊണ്ട് കർത്താവെ. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. സുവിശേഷ സ്വാതന്ത്ര്യം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങള് ദൈവീയമായ സന്ദേശം അതിവേഗത്തിൽ വ്യാപരിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുന്ന അനേക ദൈവദാസിദാസന്മാരുണ്ട് കർത്താവെ. അവരെ ദൈവം ഓർക്കണമേ. അവരെ ദൈവം അവിടെ വിടുവിക്കണമേ കർത്താവെ. പീഡനങ്ങളിൽ കൂടി കടന്ന ദൈവസഭകളുണ്ട് കർത്താവെ. ദൈവമേ, ദൈവത്തെ സ്വാതന്ത്ര്യമായി സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം ആ ജീവിതങ്ങളോട് സംസാരിക്കണമേ. സുവിശേഷ വിരോധികള് സുവിശേഷ സ്നേഹികളായി മാറുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ കൂടി ഞങ്ങളെ സേവിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ മാനിക്കണമേ. പ്രതിസന്ധികളുടെ മധ്യത്തിനും പ്രതികൂലത്തിനും മധ്യത്തിനും തളർന്നു പോകാതെ അരുമനാഥനെ പ്രസാദിപ്പിച്ച് അരുമനാഥനെ ഇഷ്ടം ചെയ്ത് കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണം. ഒരു പ്രതിസന്ധികളും ഞങ്ങളെ തളർത്തു കളയുവാനല്ല, ഒരു പ്രതിസന്ധികളും ഞങ്ങളെ ഇല്ലാതാക്കുവാനല്ല, അവിടെ ആത്മാവിന്റെ ബലവും ആത്മാവിന്റെ ശക്തിയും സംഭരിച്ച് മുന്നേറുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.